ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗിൻ്റെ മൊഡ്യൂൾ 1 ആണ്. അപ്പോൾ നമുക്കിത് ഈ മൊഡ്യൂൾ കുറച്ച് പെട്ടെന്ന് പോവാം, സമയമില്ല. അപ്പം ഗ്രൂപ്പ് 1 അല്ലേ, ഗ്രൂപ്പ് 1 സേഫ്റ്റി ഓർഗനൈസേഷനെ പറ്റിയപ്പോൾ ചോദിച്ചിരുന്നത്. അപ്പം സേഫ്റ്റി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സേഫ്റ്റി ഓർഗനൈസേഷൻ 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വിത്ത് നീഡ് സ്കെച്ച് എക്സ്പ്ലെയിൻ സേഫ്റ്റി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ സ്ട്രക്ചർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ഓഫ് സേഫ്റ്റി ഓർഗനൈസേഷൻ 9 മാർക്കിന്. സ്യൂട്ടബിൾ സ്കീമാറ്റിക്സ് വെച്ചിട്ട് ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് സേഫ്റ്റി ഓർഗനൈസേഷൻ. അപ്പം ടൈപ്സ് ഓഫ് സേഫ്റ്റി ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുണ്ട്, സ്ട്രക്ചർ ഓഫ് സേഫ്റ്റി ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ ഹൗ ഡു വോളണ്ടറി ഏജൻസി സപ്പോർട്ട് സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് പറയാം. 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സേഫ്റ്റി ഓർഗനൈസേഷൻസ് ആർ സ്ട്രക്ചേർഡ് ബോഡീസ് that ensure the effective planning, implementation and monitoring of safety programs in an industry based on their scope and role. The major types, അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് സേഫ്റ്റി ഓർഗനൈസേഷൻ ആണ് പറയുന്നത്. ലൈൻ ഓർഗനൈസേഷൻ, അപ്പോൾ ഒരിടത്ത് എനിക്ക് തോന്നുന്നു സ്കീമാറ്റിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 ലൈൻ ഓർഗനൈസേഷനും ഫങ്ഷണൽ ഓർഗനൈസേഷനും എല്ലാം എന്താണ് ഒരു ചെറിയൊരു ബ്ലോക്ക് ഡയഗ്രാം വരക്കാം. Line organization is the oldest and simplest type of safety organization. Okay, safety responsibility flows directly down the hierarchy. അപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി ഡൗൺ ദ ഹയറാർക്കി എന്ന് പറയുമ്പോൾ ദ അതോറിറ്റിയാണ് കാണിക്കുന്നത്. അപ്പം നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡയഗ്രം ഇല്ല, നമുക്ക് തന്നെ വരക്കാം. ടോപ്പ് മാനേജേഴ്സ് ഉണ്ട്. ടോപ്പ് മാനേജറിന് നമ്മളെ പ്രൊഡക്ഷൻ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, അവന്മാരൊക്കെ വരും. പിന്നെ ആരാ വരുന്നത്? ഇപ്പം ഒരു മാനേജർ, ആ മാനേജറിന് സൂപ്പർവൈസർ വരും. ആ സൂപ്പർവൈസറിൽ കുറേ വർക്കേഴ്സ് ഉണ്ടാവും, സൂപ്പർവൈസറിൻ്റെ കീഴിൽ കുറേ വർക്കേഴ്സ് ഉണ്ടാവും. അപ്പം സാധാരണ ഒരു ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ചോദിക്കുകയാണെങ്കിൽ ദ ഫ്ലോ ഓഫ് അതോറിറ്റിയാണ് ഈ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ടൈപ്സ് ഓഫ് സേഫ്റ്റി ഓർഗനൈസേഷൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? സേഫ്റ്റി റെസ്പോൺസിബിലിറ്റീൻ്റെ ഫ്ലോ ആണ് കാണിക്കുന്നത്. ഈച്ച് പേഴ്സൺ ഹാസ് ക്ലിയർലി ഡിഫൈൻഡ് ഡ്യൂട്ടീസ് അല്ലേ, വെരി എഫക്റ്റീവ് ഇൻ സ്മോൾ ഇൻഡസ്ട്രിയിലൊക്കെയാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. എന്നാൽ കുറച്ചും കൂടി വലിയ ഇൻഡസ്ട്രീസ് 50 to 100 പീപ്പിളൊക്കെ ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലൈനിൽ തന്നെ പോകാൻ പറ്റത്തില്ല, വീണ്ടും കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഫങ്ഷണൽ ഓർഗനൈസേഷൻ, അപ്പോൾ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ, സേഫ്റ്റി ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഈ ഇമേജ് ഒന്നും വലുതായിട്ട് നോക്കണ്ട, കാരണം ഈ ഇമേജൊക്കെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ്റെ ഇമേജാണ്. നമ്മൾ KTU നോട്ട്സിൽ വേറെ ഇമേജ് ഒന്നും കണ്ടില്ല. ഇതൊക്കെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ്റെ ഇമേജസ് ആണ്. നമുക്ക് വേണ്ട ടൈപ്സ് ഓഫ് സേഫ്റ്റി ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പം ഇതിലുള്ളതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇപ്പം സേഫ്റ്റി ഫംഗ്ഷൻസ് ആർ ഹാൻഡിൽഡ് ബൈ എക്സ്പേർട്സ് ഓർ സ്പെഷ്യലിസ്റ്റ് ലൈക്ക് സേഫ്റ്റി ഓഫീസേഴ്സ്, എഞ്ചിനീയേഴ്സ് ആൻഡ് കൺസൾട്ടൻസ്. വർക്കേഴ്സ് റിസീവ്സ് ഇൻസ്ട്രക്ഷൻ ബോത്ത് ഫ്രം ലൈൻ മാനേജേഴ്സ് ആൻഡ് ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, അപ്പോൾ അവരെ സ്വന്തമായിട്ടുള്ള മാനേജേഴ്സിനും വർക്കറിന് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ റിസീവ് ചെയ്യും. അല്ലാതെ തന്നെ നമുക്ക് കുറച്ച് സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. ആ സ്പെഷ്യലിസ്റ്റിൽ നിന്നും എന്താണ് അഡ്വൈസ്, സേഫ്റ്റിനെ കുറിച്ചുള്ള അഡ്വൈസ് റിസീവ് ചെയ്യും. പിന്നെന്താ suitable for medium to large industries അല്ലേ, അവിടെ സ്മോൾ ഇൻഡസ്ട്രി, ഇവിടെ മീഡിയം ടു ലാർജ് വിത്ത് കോംപ്ലക്സ് ഓപ്പറേഷൻസ്. ഇംപ്രൂവ്സ് എഫിഷ്യൻസി ബിക്കോസ് എക്സ്പേർട്സ് ഹാൻഡിൽ ദ സേഫ്റ്റി പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഒരു സേഫ്റ്റി എക്സ്പേർട്സും സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് എല്ലാം ഉള്ളതുകൊണ്ട് അവർ സേഫ്റ്റിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. നമ്മളെ ശരിക്കുള്ള മാനേജേഴ്സ് അതിനെക്കുറിച്ച് കൂടുതൽ ബോധവരാവേണ്ട ആവശ്യമില്ല. അപ്പോൾ എഫിഷ്യൻസി എന്തായാലും കൂടും അല്ലേ. പിന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഹൈബ്രിഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിൽ രണ്ടുമുണ്ട്. കമ്പൈൻസ് അഡ്വാൻറ്റേജസ് ഓഫ് ലൈൻ ആസ് വെൽ ആസ് ഫങ്ഷണൽ സ്ട്രക്ചേഴ്സ്. ലൈൻ മാനേജേഴ്സ് റീറ്റെയിൻ ദ അതോറിറ്റി. ഓക്കെ, അപ്പോൾ ലൈൻ മാനേജേഴ്സിന് നമ്മൾ പറഞ്ഞില്ല, അതോറിറ്റി ഫ്ലോ ആണ് ഇങ്ങനെ പോകുന്നത്. വൈൽ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് പ്രൊവൈഡ് ടെക്നിക്കൽ അഡ്വൈസ് ഓൺ സേഫ്റ്റി. ഓക്കെ, അപ്പം ഇവിടെ സേഫ്റ്റി ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ സ്പെഷ്യലിസ്റ്റ് പറയുന്നത്. ഇവിടെ പ്രൊവൈഡ് ടെക്നിക്കൽ അഡ്വൈസസ്. ദ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് അവരെന്താ ചെയ്യുന്നത്? അവർ ടെക്നിക്കൽ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, ഇവിടെ നമ്മൾ ഡയറക്ടർ ആണെങ്കിൽ സേഫ്റ്റീനെ കുറിച്ച്, ഇതിപ്പോൾ എല്ലാം സേഫ്റ്റി ആക്കണം. അപ്പം സേഫ്റ്റി അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ഇവിടെ എന്തൊക്കെ സേഫ്റ്റി അഡ്വൈസ് ആണോ കൊടുക്കേണ്ടത് അതെല്ലാം കൊടുക്കും. ഇവിടെയും സേഫ്റ്റി അഡ്വൈസേഴ്സ് ഉണ്ടെങ്കിൽ ആ സേഫ്റ്റി അഡ്വൈസേഴ്സ് ഇവിടെ എന്തൊക്കെ സേഫ്റ്റി കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ആ വർക്കേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അങ്ങനെ. പിന്നെന്താ, മോസ്റ്റ് മോഡേൺ ഇൻഡസ്ട്രീസ് ഫോളോ ദി സ്ട്രക്ചേഴ്സ്, എൻഷുർ ബെറ്റർ കോർഡിനേഷൻ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ആക്സിഡൻറ്റ് കൺട്രോൾ. കമ്മിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കുറേ കമ്മിറ്റീസ് ഉണ്ടാവും അല്ലേ. സേഫ്റ്റി റിലേറ്റഡ് ഡിസിഷൻസ് ആൻഡ് ഡിസ്കഷൻസ് ഹാപ്പൻ ത്രൂ സേഫ്റ്റി കമ്മിറ്റീസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇത് നോക്കണ്ട, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഓർഗനൈസേഷനാണ്. സേഫ്റ്റി ഓർഗനൈസേഷനെ കുറിച്ചല്ല എഴുതിക്കുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കുറേ കമ്മിറ്റീസ് ഉണ്ടെന്ന് ഇതിൽ കാണിക്കുന്നത്. നമുക്ക് പറയുകയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒരു സേഫ്റ്റി കമ്മിറ്റി ഉണ്ട്. ഈ സേഫ്റ്റി കമ്മിറ്റി ആയിരിക്കും എല്ലാം പറയുന്നത്. എന്താണ് ഈ സേഫ്റ്റി കമ്മിറ്റീസിൽ ആരൊക്കെ ഉണ്ടാവും? കൺസിസ്റ്റിംഗ് ഓഫ് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്. അതിൻ്റേതായ ഒരു ഫ്ലോ ഉണ്ടാവും അല്ലേ. വർക്കർ റെപ്രസെൻറ്റേറ്റീവ്സ് എക്സെട്ര. ഇറ്റ് എൻകറേജസ് ടീം വർക്ക്, പാർട്ടിസിപ്പേഷൻ ആൻഡ് 2-way കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും. യൂസ്ഫുൾ ഫോർ സോൾവിങ് സേഫ്റ്റി പ്രോബ്ലംസ് കളക്റ്റീവ്ലി, എല്ലാവർക്കും ഒരു സേ ഉണ്ടാവും. സെൻട്രലൈസ്ഡ്
safety organization. A single centralized safety department controls all safety function. അപ്പം നമ്മളെ മറ്റേ ഈ ഫുൾ ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിനൊരു സിംഗിൾ സേഫ്റ്റി ഓർഗനൈസേഷൻ ഉണ്ടാവും. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരൊറ്റൊരു സേഫ്റ്റി ഓർഗനൈസേഷൻ ഉണ്ടാവും. അതായിരിക്കും ഉള്ള എല്ലായിടത്തും എല്ലാ ലെവലിലെയും സേഫ്റ്റി നോക്കുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് യൂണിഫോം പോളിസീസ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ അക്രോസ് ദ എൻറ്റയർ പ്ലാന്റ്. suitable for large industries with multiple departments. കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഇൻഡസ്ട്രീസ്, ലാർജ് ഇൻഡസ്ട്രീസിലൊക്കെ സേഫ്റ്റി സെൻട്രലൈസ് സേഫ്റ്റി ഓർഗനൈസേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ, സേഫ്റ്റി റെസ്പോൺസിബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഡീസെൻട്രലൈസ് ചെയ്തു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട്, അക്രോസ് ആയിട്ട്. പിന്നെ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സേഫ്റ്റി കോർഡിനേറ്റർ. ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അത് എഴുതാൻ പറ്റുന്ന പോയിൻ്റാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവർ അതിൻ്റേതായ സേഫ്റ്റി കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. ഇറ്റ് ഇംപ്രൂവ്സ് ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ ലെവൽ. അപ്പം നമ്മൾ ഇപ്പം മറ്റേ സെൻട്രലൈസിലുള്ള ഒരു ഡ്രോബാക്ക് എന്താ, നമ്മൾ ഒരു ചെറിയൊരു സേഫ്റ്റീനെ കുറിച്ച് ചോദിക്കണമെങ്കിലും ഇവരുടെ അടുത്ത് എത്തണം അല്ലേ, ഇവരുടെ അടുത്ത് എത്തണം. നമ്മൾ അവരോട് എത്ര സമയം എടുക്കും, എന്നിട്ട് തിരിച്ച് വരണം. 2-way കമ്മ്യൂണിക്കേഷനാണ് പറയണമെങ്കിലും അങ്ങ് പോയി തിരിച്ചെത്താൻ എത്ര സമയം എടുക്കും. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതിൻ്റേതായ ആരുണ്ട്, സേഫ്റ്റി കോർഡിനേറ്റർ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടും നമുക്ക്. അപ്പോൾ ഇംപ്രൂവ്സ് ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. മെയിൻ ആൻസർ സേഫ്റ്റി ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇനി സ്ട്രക്ചറിനെ കുറിച്ച് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞ ടൈപ്സ് ഓഫ് സേഫ്റ്റി ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ് നോക്കിയാൽ, സേഫ്റ്റി ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താ, ഡിഫൈൻസ് ഹൗ സേഫ്റ്റി റെസ്പോൺസിബിലിറ്റീസ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻഡസ്ട്രീസ്. ഹൗ ദ സേഫ്റ്റി റെസ്പോൺസിബിലിറ്റീസ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻഡസ്ട്രീസ്. അപ്പം നോക്കുകയാണെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അവരുടെ ഫീച്ചേഴ്സ് എന്താ, ഇറ്റ് എൻഷുവേഴ്സ് പോളിസി മേക്കിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് എന്താണ് സേഫ്റ്റി പ്രോഗ്രാംസ്. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല, മറന്നുപോയി, കാരണം ഇതെല്ലാം നമ്മൾ സേഫ്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സേഫ്റ്റി പ്രോഗ്രാംസിൻ്റെ ബഡ്ജറ്റിങ്ങും എൻഫോഴ്സിങ്ങും ലോ എൻഫോഴ്സ് ചെയ്യുന്നതെല്ലാം നമ്മളെ ടോപ്പ് മാനേജ്മെൻറ്റാണ്. ഇറ്റ് അപ്രൂവ് സേഫ്റ്റി പ്രോഗ്രാംസ് ആൻഡ് റിവ്യൂസ് പെർഫോമൻസ്. മിഡിൽ മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നത്, മിഡിൽ മാനേജ്മെൻറ്റ് ലൈക്ക് മാനേജേഴ്സ്, എഞ്ചിനീയേഴ്സ്, ദേ ഇംപ്ലിമെൻറ്റ്സ് ദ സേഫ്റ്റി പ്രൊസീജിയർ. ഇവർ പറയുന്ന ഇവർ എൻഫോഴ്സ് ചെയ്ത ലോസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബാധ്യതസ്ഥ ഇവരാണ്. എന്താ, ദേ കണ്ടക്ട്സ് ഇൻസ്പെക്ഷൻ, റെഗുലർ ഇൻസ്പെക്ഷൻ എല്ലാം കണ്ടക്ട് ചെയ്യും. ഇവിടെ ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നല്ല, സേഫ്റ്റിയൊക്കെ. ഓക്കെ, എൻഷുവേഴ്സ് കംപ്ലയൻസ് വിത്ത് ലീഗൽ റിക്വയർമെൻറ്റ്സ്. സൂപ്പർവൈസേഴ്സ് എന്താ ചെയ്യുന്നത്, മാനേജേഴ്സിൻ്റെ തൊട്ടടിയിലാണ് അല്ലേ, ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ വർക്കേഴ്സ് സേഫ്റ്റി. അപ്പോൾ മാനേജർ നേരെ പോയിട്ട് വർക്കറിൻ്റെ അടുത്ത് പോയി ചോദിക്കത്തില്ല, മാനേജർ സൂപ്പർവൈസറിന് പണിയെടുക്കും അല്ലേ, കൊള്ളാം, എളുപ്പപ്പണി. ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ വർക്കർ സേഫ്റ്റി, കണ്ടക്ട് ടൂൾ ബോക്സ് ടോക്സ്. അപ്പോൾ ഈ സൂപ്പർവൈസർ ഇപ്പം വർക്കേഴ്സ് എന്തെങ്കിലും വലിയ പണി, ഇൻഡസ്ട്രീസിൽ എന്തെങ്കിലും പണി ചെയ്യുന്നതിന് മുന്നേ ഒരു ടോക്ക് ഉണ്ടാവും അല്ലേ. ആദ്യം തന്നെ രാവിലെ വന്നിട്ട് ഒരു ടോക്ക് ഉണ്ടാവും, ഇവിടെ ഇന്ന സേഫ്റ്റി നോക്കണം, അങ്ങനെ പെട്ടെന്ന് പോയി ചാടിക്കൊടുക്കൽ എല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ, അതൊക്കെ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒരു വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു ടൂൾ ബോക്സ് ടോക്ക് നടത്തുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ട്രെയിനിങ്, പ്രോപ്പർ ട്രെയിനിങ് എല്ലാം കൊടുക്കേണ്ട സൂപ്പർവൈസർ അവർ നോക്കണം എപ്പോഴും. ആൻഡ് ഹസാർഡ് കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലും ഒരു ഹസാർഡ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ആർക്കെങ്കിലൊക്കെ പറ്റുമെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വർക്കർ എന്തെങ്കിലും ഹസാർഡ് കണ്ടെത്തി അത് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആരുടെ അടുത്താണ്, സൂപ്പർവൈസറിൻ്റെ അടുത്താണ്. ഓക്കെ, എന്നിട്ട് ആ സൂപ്പർവൈസർ പിന്നെ അങ്ങോട്ട് ടോപ്പ് ലെവൽസിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും. പിന്നെ സേഫ്റ്റി ഓഫീസർ ഓർ സേഫ്റ്റി എഞ്ചിനീയർ ആക്ട്സ് ആസ് എ ടെക്നിക്കൽ എക്സ്പേർട്ട്. ഇതാണ് നമ്മൾ പറഞ്ഞത്. സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ടായിട്ട് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്സ് പ്രൊസീജിയേഴ്സ്, കണ്ടക്ട്സ് ഓഡിറ്റ്സ്, മോണിറ്റേഴ്സ് ഇൻസിഡൻറ്റ് ട്രെൻഡ്സ്. അപ്പം സേഫ്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവ നോക്കിക്കോളും. പക്ഷേ സേഫ്റ്റി ഓഫീസറിനായിട്ടും വേറെ ഒരുത്തനുണ്ട്, ആരാ, സേഫ്റ്റി കമ്മിറ്റി. സേഫ്റ്റി കമ്മിറ്റി ഇസ് എ ജോയിൻറ്റ് ടീം ഓഫ് മാനേജ്മെൻറ്റ് പ്ലസ് വർക്കേഴ്സ്. അതൊരു ജോയിൻറ്റ് ടീമാണ്, മൊത്തം മാനേജ്മെൻറ്റ് പ്ലസ് വർക്കേഴ്സ്. ദേ ഡിസ്കസ് സേഫ്റ്റി ഇഷ്യൂസ്, എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പിന്നെ കംപ്ലയിൻറ്റ്സ് ആൻഡ് സൊല്യൂഷൻസ്. കാരണം ഈ വർക്കേഴ്സിനുള്ള കംപ്ലയിൻറ്റ്സ് എല്ലാം മേളിലോട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടി ഈ സേഫ്റ്റി കമ്മിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് വേ. ഓക്കെ, അപ്പോൾ കമ്മിറ്റിയുടെ അടുത്ത് പറഞ്ഞാൽ കമ്മിറ്റി പിന്നെ എന്താണ് ടോപ്പ് ലെവലിലോട്ട് എത്തിച്ചോളും. വർക്കേഴ്സ് ഫോളോ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ. വർക്കേഴ്സാണ് അവസാനം ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്യണം, കാരണം അവരാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. റിപ്പോർട്ട്, എന്തെങ്കിലും ഒരു ഹസാർഡ് കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രക്ചറാണ്, പക്ഷേ നമുക്ക് അറിയാവുന്ന സ്ട്രക്ചർ വെച്ച് ചെയ്താൽ മതി. അതായത് ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം ടോപ്പ് മാനേജ്മെൻറ്റ്, അതിൽ നിന്ന് നമ്മൾ മാനേജേഴ്സ് പറയാം. ഇപ്പോൾ കുറേ മാനേജേഴ്സ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് നമുക്ക് സൂപ്പർവൈസർ പറയാം. സൂപ്പർവൈസർ അതിനുശേഷം നമുക്ക് സേഫ്റ്റി, ആ സൂപ്പർവൈസറിൻ്റെ കൂടെ തന്നെ ഒരു സേഫ്റ്റി ഓഫീസർ അങ്ങനെ പറയാം. പിന്നെ സേഫ്റ്റി കമ്മിറ്റി അതല്ലാതെ തന്നെ ഒരു ഇതായിട്ട് പറയാം, അവൻ ഇവരായിട്ടൊന്നും ഇതല്ല. എന്നിട്ട് ഈ സേഫ്റ്റി കമ്മിറ്റി, പിന്നെ ഈ സൂപ്പർവൈസറിന് അടിയിൽ നിന്ന് വർക്കേഴ്സ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ പറയാം. പിന്നെ നമ്മൾ ആ സേഫ്റ്റി കമ്മിറ്റി അതെവിടെ വരണേന്ന് നോക്കി എഴുതാം, ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കിട്ടും. പിന്നെ വർക്കേഴ്സ് എന്താ, യൂസ് കറക്റ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് അവരെ പണി. സേഫ്റ്റി പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുക.
എന്നിട്ട് വർക്ക് ചെയ്യുക. അതാണ് വർക്കേഴ്സിൻ്റെ പണി. ഇനി വോളണ്ടറി ഏജൻസീസ് ആൻഡ് എക്സ്റ്റേണൽ ബോഡീസ് ഉണ്ടാവും. അല്ലാതെ തന്നെ കുറച്ച് വോളണ്ടറി ഏജൻസീസ് ഉണ്ടാവും. അതായത് ഇവരെന്താ ചെയ്യുന്നത്? ഇവർ പ്രൊവൈഡ് ഗൈഡൻസ്, പബ്ലിക്കേഷൻസ്, ട്രെയിനിങ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, NGOs എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഇവർ വെറുതെ നമുക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടെല്ലാം പോയി ഗൈഡൻസും കൊടുക്കും, ട്രെയിനിങ്ങും കൊടുക്കും, എന്തൊക്കെയാണ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അവയർനെസ് എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ബോഡീസാണ് കേട്ടോ. ഇത് നമ്മളെ ഇതിൽ മറ്റേ ആ മാനേജ്മെൻറ്റ് ഫ്ലോയിൽ വരുന്ന ആൾക്കാരൊന്നും അല്ല, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്ന ആൾക്കാരൊന്നും അല്ല ഈ വോളണ്ടറി ഏജൻസീസ്. നമ്മൾ അടുത്ത് നോക്കുന്നു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് സേഫ്റ്റി ഓർഗനൈസേഷൻ. ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് സേഫ്റ്റി ഓർഗനൈസേഷൻ എന്തൊക്കെയാണ്? ഡെവലപ്പ് സേഫ്റ്റി പോളിസീസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, എൻഷുർ ലീഗൽ കംപ്ലയൻസ്. എന്തെങ്കിലും ഫാക്ടറീസ് ആക്ട്, റൂൾസ്, സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെ കംപ്ലൈ ചെയ്യണ്ടേ? എന്നാലല്ലേ ഒരു ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ഒരു ഫാക്ടറീനെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കണമെങ്കിൽ ഈ ലീഗലി എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലൈ ചെയ്യണം. ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിസ്ക് അസസ്മെൻറ്റ്, ഹിറ എന്ന് പറയും. ആക്സിഡൻറ്റ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രോഗ്രാംസ്, കണ്ടക്ട് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് അവയർനെസ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് സേഫ്റ്റി ഓർഗനൈസേഷൻ ആണ്. എന്താണ് പിന്നെന്താ സേഫ്റ്റി ഓർഗനൈസേഷൻ ചെയ്യുന്ന? ഇൻസ്പെക്ഷൻ, ഓഡിറ്റ്, മോണിറ്ററിംഗ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിപ്പോർട്ട് ഓഫ് ആക്സിഡൻറ്റ്സ്, PPE മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി, എക്യുപ്മെൻറ്റ് കൺട്രോൾ, എമർജൻസി പ്രിപ്പയർനെസ് ആൻഡ് മോക്ക് ഡ്രിൽസ്, പ്രൊമോട്ട് സേഫ്റ്റി കൾച്ചർ ആൻഡ് വർക്കർ പാർട്ടിസിപ്പേഷൻ. ഇതൊക്കെ എല്ലാം അറിയുന്നത് തന്നെ. ഇനി വോളണ്ടറി ഏജൻസിനെ കുറിച്ച് ഒരു 3 മാർക്ക് ചോദിച്ചില്ലായിരുന്നോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എന്താ? വോളണ്ടറി ഏജൻസി സപ്പോർട്ട് ദ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ബൈ എങ്ങനെ? പബ്ലിഷിംഗ് സേഫ്റ്റി മാനുവൽസ്, ഗൈഡ് ലൈൻസ് ആൻഡ് കോഡ്സ് ഓഫ് പ്രാക്ടീസ്, കണ്ടക്ടിങ് സെമിനാർസ്, ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് അവയർനെസ് ക്യാമ്പയിൻസ്. ഓക്കെ, അപ്പോൾ ഏതൊരു പ്ലാനിലാണെങ്കിലും ഈ വോളണ്ടറി ഓർഗനൈസേഷൻ പോയിട്ട് ഒരു അവയർനെസ്സും ഒരു ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം കൊടുക്കുന്നത് നമുക്ക് അറിയായിരിക്കും. പിന്നെ ഓഫറിങ് എക്സ്പേർട്ട് അഡ്വൈസ് ഓൺ ആക്സിഡൻറ്റ് പ്രിവെൻഷൻ, പിന്നെ സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസ് ത്രൂ റിസർച്ച് ആൻഡ് ഡാറ്റ. അപ്പോൾ ഈ വോളണ്ടറി ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞല്ലോ പുറത്തുനിന്നുള്ള ഒരു ബോഡിയാണ്. അപ്പോൾ ഇവന്മാർക്ക് പൈസ കൊടുത്താലേ ഇവന്മാർ വന്ന് ഇതൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ ഇവന്മാരിത് നമ്മളൊരു പ്ലാന്റിൽ ഇത് ചെയ്യേണ്ട നിർബന്ധമാണ്. അതായത് ഇവർക്ക് പ്രോപ്പർ അവയർനെസ്സും ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ട നിർബന്ധമാണ്. പ്രൊമോട്ടിങ് നാഷണൽ സേഫ്റ്റി മൂവ്മെൻറ്റ്സ് ലൈക്ക് NSD, OSH ക്യാമ്പയിൻസ്. സേഫ്റ്റി കമ്മിറ്റീസ് എന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ സേഫ്റ്റി കമ്മിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ സേഫ്റ്റി ഓർഗനൈസേഷനിൽ ഒരെണ്ണമായിരുന്നു മറ്റേ സേഫ്റ്റി ഓഫീസറും സേഫ്റ്റി കമ്മിറ്റീസും അല്ലേ. അപ്പോൾ ഈ കമ്മിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് എന്തെങ്കിലും സേഫ്റ്റിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ആ കമ്മിറ്റി എടുത്ത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്തിനാണ് സേഫ്റ്റി കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ടൈപ്സ് ഓഫ് സേഫ്റ്റി കമ്മിറ്റി 8 മാർക്കിന്. സ്ട്രക്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് 6 ഫങ്ഷൻസ് ഓഫ് സേഫ്റ്റി കമ്മിറ്റി 9-7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വിത്ത് സ്കീമാറ്റിക് എക്സ്പ്ലെയിൻ സേഫ്റ്റി കമ്മിറ്റി സ്ട്രക്ചർ അത് അങ്ങനെ വലുതായിട്ട് ചോദിച്ചില്ല, ഒരൊറ്റ പ്രാവശ്യത്തെ ചോദിച്ചുള്ളൂ. നമുക്ക് നോക്കാം മെയിൻ എന്താണ് സേഫ്റ്റി കമ്മിറ്റി എന്താ. സേഫ്റ്റി കമ്മിറ്റി ഈസ് എ ഫോർമൽ ഗ്രൂപ്പ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കർ റെപ്രസെൻറ്റേറ്റീവ്സ് ദാറ്റ് വർക്ക്സ് ടുഗെദർ ടു ഇംപ്രൂവ് ദ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അത് തന്നെ നമ്മളെ സേഫ്റ്റി നോക്കുന്നു, അതിനാണ് ഒരു സേഫ്റ്റി കമ്മിറ്റി നിയമിച്ചേക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ സേഫ്റ്റി കമ്മിറ്റി, 2-way കമ്മ്യൂണിക്കേഷൻ, ഇതാണ് ഏറ്റവും മെയിൻ. ഓക്കെ, അങ്ങോട്ട് പോയി ടോപ്പ് ലെവലെടുത്ത് പറയും, ടോപ്പ് ലെവൽ പിന്നെ ഇവിടെയും നോക്കും. മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പോകുന്നുണ്ട്. ഹെൽപ്സ് ഐഡൻറ്റിഫൈ ഹസാർഡ്സ് ആൻഡ് സജസ്റ്റ് കറക്റ്റീവ് ആക്ഷൻസ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് റിവ്യൂസ് ആക്സിഡൻറ്റ്സ് ആൻഡ് റെക്കമെൻഡ്സ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. എൻകറേജസ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻ സേഫ്റ്റി ആക്ടിവിറ്റീസ്. ഓക്കെ, സേഫ്റ്റി ആക്ടിവിറ്റീസിലെല്ലാം എംപ്ലോയീസ് അതായത് വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യും, എൻകറേജ് ചെയ്യും അവരെ. ഇംപ്രൂവ്സ് കംപ്ലയൻസ് വിത്ത് സേഫ്റ്റി ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫാക്ടറി ആക്ട് എന്നൊക്കെ പറഞ്ഞ കുറേ ലോസ് ഉണ്ട്. അപ്പോൾ അത് കംപ്ലൈ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം നിർബന്ധമാണ്, അല്ലാതെ അവിടെ ഓപ്പറേഷൻ നടത്താൻ സമ്മതിക്കൂല. ടൈപ്സ് ഓഫ് സേഫ്റ്റി കമ്മിറ്റീസ് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ്? പ്ലാൻ ലെവൽ സേഫ്റ്റി കമ്മിറ്റി ഇൻവോൾവ്സ് ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സ്, ഫോക്കസസ് ഓൺ പോളിസി ലെവൽ ഡിസിഷൻ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന സേഫ്റ്റി കമ്മിറ്റീസ് എന്തൊക്കെയാണ്? സൂപ്പർവൈസേഴ്സ് പ്ലസ് വർക്കേഴ്സ് ആണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സൂപ്പർവൈസേഴ്സും വർക്കേഴ്സും ആണല്ലോ. അപ്പോൾ അവരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ സേഫ്റ്റി കമ്മിറ്റിയിൽ, ഈ സേഫ്റ്റി കമ്മിറ്റിയിൽ. ഫ്രം ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ദേ ഹാൻഡിൽസ് ഡെയിലി സേഫ്റ്റി ഇഷ്യൂസ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഓക്കെ, ഇനി സെൻട്രൽ സേഫ്റ്റി കമ്മിറ്റി എന്ന് പറയുമ്പോൾ കോർഡിനേറ്റ് ഫംഗ്ഷനിങ് ഓഫ് ഓൾ കമ്മിറ്റി. അപ്പോൾ ചെറിയ സേഫ്റ്റി കമ്മിറ്റീൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ടോപ്പ് തലവനുണ്ടാവും, അവനാണ് സെൻട്രൽ സേഫ്റ്റി കമ്മിറ്റി. വർക്ക്സ് ഓൺ ഓർഗനൈസേഷൻ വൈഡ് സേഫ്റ്റി സ്ട്രാറ്റജീസ്. അപ്പോൾ മൊത്തത്തിലൊരു സേഫ്റ്റി സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ നിന്നായിരിക്കും കിട്ടുന്നത്. ജോയിൻറ്റ് മാനേജ്മെൻറ്റ് വർക്കർ കമ്മിറ്റി ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഫ്രം മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. ഓക്കെ, അപ്പോൾ വർക്കേഴ്സിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും മാനേജ്മെൻറ്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും
അത് നമ്മൾ ഈ വഴി കൂടെ പറഞ്ഞോളാം. ജോയിൻറ്റ് മാനേജ്മെൻറ്റ് വർക്കർ കമ്മിറ്റി വഴി കൂടെ പറഞ്ഞോളാം. ഇറ്റ് എൻഷുവേഴ്സ് ട്രാൻസ്പെറൻസി ആൻഡ് കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ട്രാൻസ്പെറൻസി ആൻഡ് കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഇമ്പോർട്ടൻറ്റ്. ഇനി സ്ട്രക്ചർ ഓഫ് എ സേഫ്റ്റി കമ്മിറ്റി 9 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പക്ഷേ നമുക്ക് എഴുതാമല്ലോ. നമ്മളെ മറ്റേ സേഫ്റ്റി കമ്മിറ്റിയുടെ സ്ട്രക്ചർ തന്നെയാണ്. ചെയർപേഴ്സൺ ഉണ്ടാവും. അപ്പോൾ വെറുതെ ഒരു ഫ്ലോ ചാർട്ട് വയ്ക്കുക. ഒരു ചെയർപേഴ്സൺ, ഒരു സെക്രട്ടറി, ഒരു മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ്, പിന്നെ ഒരു വർക്കർ റെപ്രസെൻറ്റേറ്റീവ്. വർക്കേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. കാരണം ട്രാൻസ്പെറൻസി അല്ലേ, അപ്പോൾ എല്ലാവരും ഉണ്ടാവും. പിന്നെ ടെക്നിക്കൽ അഡ്വൈസേഴ്സ് ആണെങ്കിൽ പിന്നെ സബ് കമ്മിറ്റീസും. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. 6 മേജർ ഫങ്ഷൻസ് ഓഫ് എ സേഫ്റ്റി കമ്മിറ്റി. ഒരു സേഫ്റ്റി കമ്മിറ്റീൻ്റെ മേജർ ഫങ്ഷൻസ് എന്താ? അസിസ്റ്റ് ഇൻ ഡെവലപ്പിംഗ് സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. Okay, conducting inspections and identifying safe, unsafe conditions, review accident reports and recommend actions. നമ്മൾ പറഞ്ഞാണെന്ന് തോന്നുന്നു അല്ലേ. Organize safety training programs, promote safety awareness among workers and monitor effectiveness on safety measures. അപ്പം 6 മേജർ ഫങ്ഷൻസ് ഓഫ് സേഫ്റ്റി കമ്മിറ്റി സെയിം തന്നെ. പിന്നെ ഗ്രൂപ്പ് 3 റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എന്ത് ആര് അപ്പോൾ ഓരോ ആൾക്കാരെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് ചോദിച്ചേക്കണം. നോക്കുക. എക്സ്പ്ലെയിൻ ദ റോൾസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ഇൻ സേഫ്റ്റി 6-8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ എനി 5 ഇമ്പോർട്ടൻറ്റ് റോൾസ് ഓഫ് ട്രേഡ് യൂണിയൻസ് ഇൻ സേഫ്റ്റി 6 മാർക്കിന്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സേഫ്റ്റി ഓഫീസർ, നമ്മൾ മറ്റേ സേഫ്റ്റി കമ്മിറ്റി അല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല, സേഫ്റ്റി ഓഫീസർ, അത് 8 മാർക്കിന് വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് വർക്കേഴ്സിൻ്റെ റോൾ എന്താ, റെസ്പോൺസിബിലിറ്റീസ് എന്താ? ജനറൽ മാനേജ്മെൻറ്റ് റോൾ. ഓക്കെ, ജനറൽ മാനേജ്മെൻറ്റ് റോള് വലുതായിട്ട് ചോദിച്ചില്ല, ഒരിടത്ത് മാത്രം അഡീഷണൽ പോയിൻ്റ് ആയിട്ടാണ് ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. മേജ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ മുകളിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി? എന്നാലും ഒന്നുകൂടി പറയാം. ഓക്കെ, അതാണ് ഞാൻ ഈ നീല എന്ന് പറഞ്ഞാൽ ഇതിൽ സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചതല്ല, എന്നാലും അഥവാ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ട്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. എസ്റ്റാബ്ലിഷ് സേഫ്റ്റി പോളിസീസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ മാനേജേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പം മറ്റേ ടോപ്പിൽ നിന്ന് നമുക്ക് ഓരോരോ ഇത് ഉണ്ടാക്കി തരും. ആ ഉണ്ടാക്കി തന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്തോ ഇല്ലയെന്നല്ല ഉറപ്പ് വരുത്തുന്ന ഇവന്മാരാണ്. അപ്പോൾ എസ്റ്റാബ്ലിഷ് സേഫ്റ്റി പോളിസീസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. Provide resources for safety such as budget, manpower, training, ensure compliance with legal requirements, appoint qualified safety officer, conduct periodic reviews and audits, promote safety culture and set example, provide proper tools, equipment and PPE. നമ്മൾ നേരത്തെ അവിടെ മാനേജേഴ്സിൻ്റെ സ്ഥലത്ത് ഓൾറെഡി പറഞ്ഞതാണ്, അതിന് കുറച്ചുകൂടി ഇലാബറേറ്റ് വേർഷൻ. ഇനി റോൾ ഓഫ് സൂപ്പർവൈസേഴ്സ് ചോദിച്ചിട്ടുണ്ട് അല്ലേ, 6 മാർക്കിന് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡു സൂപ്പർവൈസേഴ്സ് ഡു? മാനേജേഴ്സിൻ്റെ നേരടിയിൽ വരുന്നതാണ് സൂപ്പർവൈസേഴ്സ്. Supervisors enforce safety rules and safe work practices, conduct daily inspections and correct hazards, provide on-the-job safety training to the workers, such as the toolbox talk ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. Ensure proper use of PPE, personal protective equipment, report accidents and near misses immediately, maintain housekeeping. നമ്മൾ ഹൗസ്കീപ്പിംഗ് ഓൾറെഡി പറഞ്ഞതാണ് മറ്റേ കഴിഞ്ഞ മൊഡ്യൂൾസിലെല്ലാം. And safe environment. Plan jobs considering risk factors, motivate the workers to follow safety procedures. ഇതൊക്കെയാണ് സൂപ്പർവൈസേഴ്സിൻ്റെ റോള്. 8 മാർക്കിന് ചോദിച്ച 8 പോയിൻറ്റ്സ്. ട്രേഡ് യൂണിയൻസ് ഇതും ചോദിച്ചിട്ടില്ല, പക്ഷേ എന്താണ് ട്രേഡ് യൂണിയൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ ഒരു വോളണ്ടറി ഓർഗനൈസേഷനെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടോ? അവന്മാരെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ബോഡിയാണ്. എന്നാൽ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുമ്പോൾ ആർ ഓർഗനൈസ്ഡ് ബോഡീസ് ഓഫ് വർക്കേഴ്സ് ഫോം ടു റെപ്രസെൻറ്റ് എംപ്ലോയി ഇൻട്രസ്റ്റ്. അപ്പം വർക്കറിൻ്റെ കാര്യങ്ങളും ഇഷ്യൂസും ആവശ്യകതയെല്ലാം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ട്രേഡ് യൂണിയൻ. അപ്പോൾ ഇൻസൈഡാണ്, ഇൻറ്റേർണൽ ബോഡീസാണ് ഇൻസൈഡ് ആൻ ഓർഗനൈസേഷൻ. ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ട്രേഡ് യൂണിയൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ സേഫ്റ്റി കമ്മിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രൊമോട്ട് അവയർനെസ്, റിപ്പോർട്ട് ഹസാർഡ്സ്, സപ്പോർട്ട് സേഫ്റ്റി പ്രോഗ്രാംസ് ആൻഡ് എൻഷുർ മാനേജ്മെൻറ്റ് ഫോളോസ് ദ സേഫ്റ്റി ലോസ്. ensure that the management follows the safety laws. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻ്റർനാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അറിയാം, പിന്നെ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC, പിന്നെ ഇതറിയാം സെൻറ്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ്. ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസാണ്. ഇതൊന്നും ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് നീല കളർ. പക്ഷേ ട്രേഡ് യൂണിയൻസിൻ്റെ റോൾ ഇൻ സേഫ്റ്റി 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? പ്രൊമോട്ട് സേഫ്റ്റി അവയർനെസ് എമംഗ് വർക്കേഴ്സ്, കോപ്പറേറ്റ് വിത്ത് മാനേജ്മെൻറ്റ് ഓൺ സേഫ്റ്റി പ്രോഗ്രാംസ്. അപ്പം മാനേജ്മെൻറ്റിന് ഒരു യൂണിയൻ ഉണ്ടാവും, ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിൻ്റെ ഒരു യൂണിയനും. പാർട്ടിസിപ്പേറ്റ് അവന്മാർ തമ്മിൽ കോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ സേഫ്റ്റി കമ്മിറ്റി മീറ്റിംഗ്സ്, റിപ്പോർട്ട് അൺസേഫ് ആക്ട്സ് അല്ലെങ്കിൽ കണ്ടീഷൻ. എവിടെയെങ്കിലും അൺസേഫ് ആക്ട്സോ കണ്ടീഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. അഫക്റ്റിംഗ് വർക്കേഴ്സ്, സപ്പോർട്ട് ട്രെയിനിങ് ആൻഡ് സേഫ്റ്റി ക്യാമ്പയിൻസ്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സേഫ്റ്റി ഓഫീസർ. ഒരു സേഫ്റ്റി ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്?
they conduct hazard identification and risk assessment. HIRA. അപ്പോൾ ആരാണ് HIRA കണ്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ സേഫ്റ്റി ഓഫീസറാണ്. ഓക്കെ. പിന്നെ ഓർഗനൈസ് ട്രെയിനിങ് ആൻഡ് സേഫ്റ്റി അവയർനെസ്, ഇൻവെസ്റ്റിഗേറ്റ് ആക്സിഡൻറ്റ്സ് ആൻഡ് പ്രിപ്പയർ റിപ്പോർട്ട്സ്, കണ്ടക്ട് ഇൻസ്പെക്ഷൻസ് ആൻഡ് ഓഡിറ്റ്സ്, മെയിൻറ്റെയിൻ സേഫ്റ്റി റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിലുണ്ടാവും. ഇംപ്ലിമെൻറ്റ് ദ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് പ്രോഗ്രാംസ്, എൻഷുർ കംപ്ലയൻസ് വിത്ത് ലീഗൽ റെഗുലേഷൻ. ഇതിപ്പോൾ എല്ലാവരും എൻഷുർ ചെയ്യുന്നുണ്ടല്ലേ, കൊള്ളാം. എൻഷുർ ആൻഡ് കോർഡിനേറ്റ് എമർജൻസി പ്രിപ്പയർനെസ്. എന്തെങ്കിലും ഒരു ഹസാർഡ് വന്നാൽ ആ ഹസാർഡ് വന്ന് ഒരു ഡിസാസ്റ്റർ ഹാം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് പ്രിപ്പയർഡ് ആക്കാൻ വേണ്ടിയിട്ട്, പ്രിപ്പയർഡ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ്? ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ സേഫ്റ്റി ഓഫീസർ ടു എൻഷുർ എമർജൻസി പ്രിപ്പയർനെസ് അല്ലേ. ഇനി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് വർക്കേഴ്സ്. ഇനി വർക്കറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ ഈ സേഫ്റ്റി റൂൾസ് ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. അതിനെ കറക്റ്റ് ഫോളോ സേഫ്റ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, യൂസ് PPE correctly, report hazards and unsafe acts, participate in safety training, maintain tools and equipment safely. സേഫ്റ്റി പോളിസീസ്. അപ്പോൾ എന്താ സേഫ്റ്റി പോളിസി എന്ന് പറയുന്നത്? എക്സ്പ്ലെയിൻ ദ റെലവൻസ് ആൻഡ് കീ കണ്ടൻസ് ഓഫ് സേഫ്റ്റി പോളിസി. അപ്പോൾ സേഫ്റ്റി പോളിസിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് 9 മാർക്കിന്. ഡിഫൈൻ സേഫ്റ്റി പോളിസി, ഡിസ്ക്രൈബ് സേഫ്റ്റി പോളിസി, കൊള്ളാം. ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ 3 മാർക്കിന്. അതെല്ലാം 3 മാർക്കിനെ ചോദിച്ചാൽ ഒരിടത്ത് മാത്രം 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം. സേഫ്റ്റി പോളിസി ഈസ് എ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് of an organization's commitment to maintain safe and healthy working condition. അപ്പം സേഫ്റ്റി പോളിസി എന്ന് പറഞ്ഞ ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ് അല്ലേ. എന്താ അതിൽ പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദ ഓർഗനൈസേഷൻസ് കമ്മിറ്റ്മെൻറ്റ് ടു മെയിൻറ്റെയിൻ സേഫ് വർക്കിംഗ് കണ്ടീഷൻസ്. അപ്പം അതിലെ കീ കണ്ടൻസ് എന്താ? അതിനകത്ത് എന്തൊക്കെ കണ്ടൻസ് ഉണ്ടാവും? ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്. ആ മാനേജ്മെൻറ്റ് എന്തൊക്കെ കമ്മിറ്റ്മെൻ്റ് ആണ് സേഫ്റ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് സേഫ്റ്റി പ്രോഗ്രാം, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ഓരോ ആൾക്കാരെയും റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിസ്ക് കൺട്രോൾ മെത്തേഡ്. HIRA നമ്മൾ പറഞ്ഞില്ലേ, റിസ്ക് അസസ്മെൻ്റ് ആണ് ഇത്. ഇവിടെ എന്ന് പറയുമ്പോൾ റിസ്ക് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ സേഫ്റ്റി പോളിസി പറഞ്ഞിട്ടുണ്ടാവും. ട്രെയിനിങ് ആൻഡ് കോമ്പിറ്റൻസി ഡെവലപ്മെൻറ്റ്, എമർജൻസി പ്രിപ്പയർനെസ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ സേഫ്റ്റി പോളിസി ചെയ്തിട്ടുണ്ടാവും. മോണിറ്ററിങ്, ഇൻസ്പെക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ഇതെല്ലാം കണ്ടൻസ് ഓഫ് സേഫ്റ്റി പോളിസി. ആ ഒരു സേഫ്റ്റി പോളിസി റിട്ടൺ ഡോക്യുമെൻറ്റിലുള്ള കണ്ടൻസ് ആണ്, അതിനകത്തുള്ള കണ്ടൻസ് ആണ്. കണ്ടൻസിൽ ഇതൊക്കെയാണ് കീ എലമെൻറ്റ്സ്. ഓക്കെ. ഇനി ഡിഫൈൻ സേഫ്റ്റി പോളിസി ഒന്നുകൂടി ചോദിച്ചാൽ ഇറ്റ് ഇസ് എ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ട അത് എഴുതിയാൽ മതി. ബൈ മാനേജ്മെൻറ്റ്. ബൈ മാനേജ്മെൻറ്റ് എക്സ്പ്രസിങ് ഇറ്റ്സ് ഇൻറ്റൻറ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു പ്രൊവൈഡ് എ സേഫ് വർക്ക് പ്ലേസ് ഫോർ ദ വർക്കേഴ്സ്. ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ 3 മാർക്കിന് ചോദിച്ചാൽ എന്തിനാ സേഫ്റ്റി? റെഡ്യൂസസ് ആക്സിഡൻറ്റ്സ് ആൻഡ് ഇഞ്ചറീസ് അല്ലേ. ഇംപ്രൂവ്സ് മൊറാൽ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ ഒരു സേഫ് വർക്കിംഗ് പ്ലേസ് ആണെങ്കിൽ ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫിഡൻസ് ഉണ്ടാവും. അത് കാരണം എഫിഷ്യൻസി കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും. പ്രൊട്ടക്ട്സ് എക്യുപ്മെൻറ്റ് ആൻഡ് പ്രോപ്പർട്ടീസ്, എൻഷുവേഴ്സ് ലീഗൽ കംപ്ലയൻസ്. ഈ ഒരു സാധനം എല്ലായിടത്തും ഇപ്പോൾ തള്ളിയിടാം. റെഡ്യൂസസ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ആക്സിഡൻറ്റ് അല്ലേ. എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ആളുടെ കാലിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ അല്ലെങ്കിൽ ആളുടെ കയ്യിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയോ അങ്ങനെ ഫ്രാക്ചറായി കിടന്നാൽ ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ ഹോസ്പിറ്റൽ ബില്ലുണ്ടാവും. പിന്നെ ഇൻഷുറൻസ് കോസ്റ്റ് ഉണ്ടാവും അതിന് കാരണം, മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പം ഇയാൾ പിന്നീട് ഒരാഴ്ചത്തേക്ക് 1 മാസത്തേക്ക് വന്നില്ലെങ്കിൽ ഡൗൺ ടൈം എന്ന് പറയാം അല്ലേ. അന്നത്തെ സമയം അയാളുടെ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യാൻ ആരും ഉണ്ടായില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അയ്യോ എഫിഷ്യൻസി കുറഞ്ഞ കാരണം കമ്പനിക്ക് ഭയങ്കര നഷ്ടം സംഭവിക്കും അല്ലേ. ഓക്കെ. ഇനി ഗ്രൂപ്പ് 5 ആക്സിഡൻറ്റ് കോസേഷൻ തിയറീസ്. ഇതൊരു വല്ലാത്തൊരു സാധനമാണ്. ഓക്കെ. ഇത് ചോദിച്ചിട്ടുണ്ട്, കുറേ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ വേരിയസ് ആക്സിഡൻറ്റ് കോസേഷൻ തിയറി 7 മാർക്കിന്. ലിസ്റ്റ് ദ തിയറീസ് ആൻഡ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ 14 മാർക്കിന്. എന്നിട്ട് വീണ്ടും ചോദിച്ചു എനി 2, അതിൽ തന്നെ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ എനി 2 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ എനി 1 തിയറി വിത്ത് സ്കിമാറ്റിക് 3 മാർക്കിന്. ഡൊമിനോ തിയറി ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻ 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ആക്സിഡൻറ്റ് കോസേഷൻ തിയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഹെയിൻറിച്ച് ഡൊമിനോസ് തിയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിലെന്താ മോഡിഫിക്കേഷൻ എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ 2 തിയറീസ് അല്ലാതെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ആക്സിഡൻറ്റ് കോസേഷൻ തിയറി ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. ആക്സിഡൻറ്റ് കോസ് ചെയ്യുന്നത് എങ്ങനെ എന്ന് പറയുന്ന തിയറീസ് ആണ് ആക്സിഡൻറ്റ് കോസേഷൻ തിയറി. Accident causation theories help to understand why the accidents occur and how they can be prevented. Each theory focuses on different root causes such as human behavior, system failure, environment, management issues. അപ്പോൾ ആക്സിഡൻറ്റ് കോസേഷൻ തിയറീസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി കുറേ അധികം തിയറീസ് ഉണ്ട് അല്ലേ. ഇമാർക്കൊന്നും വേറെ പണിയൊന്നുമില്ല, വീട്ടിൽ കുത്തിയിരിക്കാൻ വയ്യ. നോക്കാം എന്താ. ബിലോ ആർ ദ മേജർ തിയറീസ് എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽസ്. ഹെയിൻറിച്ച് ഡൊമിനോസ് തിയറി. ഡൊമിനോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ഡൊമിനോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ എണ്ണം നിരത്തി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തട്ടുമ്പോൾ ഇങ്ങനെ പോകും. ഓക്കെ. അപ്പം
ഇതാണ് ഹെൻറിച്ച് ഡൊമിനോ തിയറി പറയുന്നത്. ഹെൻറിച്ച് ഡൊമിനോ തിയറി പറയുന്നത് എക്സ്പ്ലെയിൻ ദാറ്റ് ആക്സിഡൻറ്റ് ഒക്കർ ഡ്യൂ ടു എ സീക്വൻസ് ഓഫ് 5 ഫാക്ടേഴ്സ്. അപ്പോൾ 5 ഡൊമിനോ കാരണമാണ് നമ്മളെ ആക്സിഡൻറ്റ് ഒക്കർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ആ 5 ഡൊമിനോസ്? like dominoes falling one after the other. ആദ്യത്തെ ഡൊമിനോ ആൻസിസ്ട്രി ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ്, ലൈക്ക് റെക്ലെസ്നെസ്, കെയർലെസ്നെസ്, ഇതെല്ലാം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടുന്ന ജന്മന കിട്ടുന്നതും പിന്നെ സോഷ്യൽ എൻവയോൺമെൻറ്റ് കാരണം കിട്ടുന്ന സാധനമാണ്. പിന്നെ ഫോൾട്ട് ഓഫ് എ പേഴ്സൺ, ആളുടെ പേഴ്സൺ, ഷോർട്ട് കമ്മിങ് സച്ച് എസ് ഇഗ്നോറൻസ്, ബാഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ വർക്ക്, ഇതൊക്കെ കാരണം അപ്പം വർക്കറിൻ്റെ ഫോൾട്ട് കാരണം ഉണ്ടാകുന്നത്. പിന്നെ വർക്കറിന് തന്നെ അൺസേഫ് ആക്ട്, ലൈക്ക് എന്താണ് ഞാൻ PPE ഒന്നും ഉപയോഗിക്കാതെ വർക്കിന് കയറാൻ പോവുക, അത് അൺസേഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് തെന്നിയിരിക്കുന്ന സ്ഥലത്ത് ആണെന്ന് അറിഞ്ഞിട്ടും അവിടെ ക്ലീൻ ആക്കാതെ തന്നെ കയറാൻ പോവുക, അതൊക്കെയാണ് അൺസേഫ് ആക്ട്, അൺസേഫ് കണ്ടീഷനിൽ വരുന്നത്. പിന്നെ എന്താ ആക്സിഡൻറ്റ് ഇവൻറ്റ്. ആക്സിഡൻറ്റ് ഇവൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഒരു ഫോള്, സ്ട്രൈക്ക്, സ്ലിപ്പ്, കോൺടാക്റ്റ്, പിന്നെ ഇഞ്ചറി, എന്താണ് ഫ്രാക്ചർ, കട്ട്, ബേൺ. അപ്പോൾ ഇഞ്ചറിയാണ് ഇവിടെ അടുത്ത് ലാസ്റ്റ് വൺ. ആദ്യത്തെ എന്താ ആൻസിസ്ട്രി, സോഷ്യൽ, ഇത് പിന്നെന്താ ഫോൾട്ട് ഓഫ് എ പേഴ്സൺ, പിന്നെ അൺസേഫ് ആക്ട്, അൺസേഫ് കണ്ടീഷൻ, പിന്നെ ആക്സിഡൻറ്റ് ഇവൻറ്റ്. അപ്പം ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വീഴും അല്ലേ. ഇനി അഥവാ നമ്മൾ മൂന്നാമത്തേന് തുടങ്ങിയാണെങ്കിലും നാലാമത്തെ ഇഞ്ചറി വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ലാസ്റ്റ് നിന്ന്, അതായത് ഇവൻറ്റ് നടന്നാലും ഇഞ്ചറി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങണമെങ്കിലും ഇത് ഈ ഡോമിനോസ് ഇങ്ങനെ വീണ് ഇഞ്ചറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഡൊമിനോ തിയറി എന്ന് വിശേഷിപ്പിച്ച് ആര്? ഹെൻറിച്ച്. അപ്പം റിമൂവിങ് എനി വൺ ഡൊമിനോസ് ബ്രേക്ക് ദ ചെയിൻ അല്ലേ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഡൊമിനോ മാറ്റിയാൽ ഇവിടെ ഇത് വന്ന് വീഴും, പിന്നെ ഇഞ്ചറി ഒന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവില്ല. ആൻഡ് പ്രിവെൻറ്റ്സ് ദ ആക്സിഡൻറ്റ്സ്. ഹെൻറിച്ച് ഓൾസോ സ്ട്രെസ് ദാറ്റ് 88% ആക്സിഡൻറ്റ്സ് ആർ കോസ്ഡ് ബൈ അൺസേഫ് ആക്ട്സ്. അതിൽ ഈ മൂന്നാമത്തെ ഡൊമിനോ ആണ് ഏറ്റവും പ്രശ്നക്കാരെന്ന് ഹെൻറിച്ച് പറഞ്ഞു. 88% അത് കാരണം ഉണ്ടാകുന്നത്. 10% അൺസേഫ് കണ്ടീഷൻ. അതിന് ഇതിൽ തന്നെ 88% അൺസേഫ് ആക്റ്റും 10% മാത്രമാണ് എന്താണ് അൺസേഫ് കണ്ടീഷൻ. അപ്പോൾ ഇനി 2% വേറെ ഉണ്ടല്ലോ. അയ്യോ, അതാരാ? ദാറ്റ് ഈസ് അൺഅവോയ്ഡബിൾ, ഇന്നവിറ്റബിൾ. അത് നിങ്ങൾ വരാനുള്ളത് വഴി തങ്ങൂല എന്ന് പറഞ്ഞ പോലെ അത് എന്തായാലും വരും. അത് നിങ്ങൾക്ക് എടുത്ത് കളയാനൊന്നും പറ്റില്ല, കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇനി അതിൽ വന്ന മോഡിഫിക്കേഷൻ, ഈ ഹെൻറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എല്ലാം മനുഷ്യരുടെ കുറ്റം കാരണം വരുന്നതെന്നാണ് ആൾ പറഞ്ഞത് അല്ലേ. എംഫസിസ് ഷിഫ്റ്റഡ് ഫ്രം ബ്ലെയിമിങ് ദ വർക്കേഴ്സിൻ്റെ കുറ്റം കാരണമാണ് എല്ലാ ഇഞ്ചറിയും വരുന്നതെന്നാണ് ഹെൻറിച്ച് പറഞ്ഞത്. അപ്പോൾ അതിനെന്താ മോഡിഫൈ ചെയ്തത്? അതിന് മോഡിഫൈ ചെയ്ത് പിന്നീടുള്ള തിയറീസ് പറഞ്ഞാൽ വർക്കേഴ്സിനെ മാത്രമല്ല സിസ്റ്റം മാനേജ്മെൻറ്റ് ഫെയിലിയേഴ്സ് കാരണവും എന്താണ് ഇഞ്ചറീസ് വരുന്നുണ്ട്. വർക്കേഴ്സിനെ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫാക്ടേഴ്സ് ലൈക്ക് ഓർഗനൈസേഷണൽ കൾച്ചർ, സൂപ്പർവിഷൻ, ക്വാളിറ്റി. നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്തില്ലെങ്കിൽ ഇഞ്ചറീസ് വരാം. അപ്പം വർക്കറിനെ മാത്രം കുറ്റം പറയരുത്. ആൻഡ് എഞ്ചിനീയറിംഗ് കൺട്രോൾസ് കറക്റ്റ് പ്രോപ്പർ വെന്റിലേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ, എഞ്ചിനീയറിംഗ് കൺട്രോൾസ് എവിടെയൊക്കെ ചെയ്യണോ അവിടെ ഒന്നും കൺട്രോൾ മെത്തേഡ്സ് മെഷേഴ്സ് ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തായാലും ആക്സിഡൻറ്റ് വരും. ഓക്കെ, അത് വർക്കറിൻ്റെ തലയിൽ കെട്ടി വെക്കല്ലേ. ഹ്യൂമൻ ഫാക്ടേഴ്സ് തിയറി. ഇവനും ഹെൻറിച്ചിനെ പോലെ തന്നെ ഹ്യൂമൻ എറർ കാരണമാണ് വരുന്നതെന്ന് പറഞ്ഞു. ആക്സിഡൻറ്റ് ഒക്കെ ഡ്യൂ ടു ഹ്യൂമൻ എറർ അറൈസിങ് ഫ്രം 3 മെയിൻ ഫാക്ടേഴ്സ്. എന്നിട്ട് അവൻ പറഞ്ഞു എങ്ങനെ ഹ്യൂമൻ എറർ വരുന്നത്. ഒന്ന് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മിസ്മാച്ച് ബിറ്റ്വീൻ പേഴ്സൺസ് എബിലിറ്റി ആൻഡ് ദ വർക്ക് ലോഡ്. മറ്റേ ഈഗോ കാരണം എന്താ സംഭവിക്കുന്നത്? നമ്മളെ പേഴ്സണിന് പറ്റുന്ന കഴിയുന്നതിനായിട്ട് കൂടുതൽ വർക്ക് ലോഡ് കയറ്റിയാൽ എന്ത് പറ്റും? ഓവർലോഡ് വരും. ഇറ്റ് ലീഡ്സ് ടു ഫാറ്റീഗ്, സ്ട്രെസ്. ഇറ്റ് ഈസ് കോസ് ഡ്യൂ ടു ഇൻഎക്സ്പീരിയൻസ്, അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. പിന്നെ പ്രഷർ, പുവർ ഫിസിക്കൽ കണ്ടീഷൻ, ഇതൊക്കെ കാരണമാണ് ഓവർലോഡ് വരുന്നത്. ഓക്കെ, ഇൻഅപ്രോപ്രിയേറ്റ് റെസ്പോൺസ്. അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഅപ്രോപ്രിയേറ്റ് റെസ്പോൺസ്. ഓക്കെ, പറഞ്ഞാൽ കണ്ടിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് നേരെ ശരിയല്ലെങ്കിൽ. പിന്നെ മൂന്നാമത്തെ എന്താ? ഇൻഅപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റി. അപ്പോൾ ഇൻഅപ്രോപ്രിയേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? സേഫ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്, ഫെയിലിയർ ടു ഫോളോ സേഫ് പ്രൊസീജിയർ, അത് ഇൻഅപ്രോപ്രിയേറ്റ് റെസ്പോൺസിൻ്റെ ഇടയിൽ വരും. പിന്നെ ഇഗ്നോർ വാർണിംഗ്, വാർണിംഗ് ഇഗ്നോർ ചെയ്തു. റിമൂവിങ് ഗാർഡ്സ് ഓഫ് മെഷീൻസ്, അതും ഇൻഅപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ആണ്. റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇറ്റ് ലീഡ്സ് ടു ഇഞ്ചറീസ്. ഇനി ഇൻഅപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ എന്താ പറയുന്നത്? ഡൂയിങ് ജോബ് വിത്തൗട്ട് ട്രെയിനിങ്, പ്രോപ്പർ ട്രെയിനിങ്, ഓവർ കോൺഫിഡൻസ്, ഇൻഡിസിപ്ലിൻ, ഇതൊക്കെയാണ് ഇൻഅപ്രോപ്രിയേറ്റ് ആക്സിഡൻറ്റ് അകത്ത് വരുന്നത്. അപ്പോൾ ഇത് നോക്കിയൊക്കെ ഹ്യൂമൻ ഫാക്ടേഴ്സ് തിയറി നമ്മൾ നേരത്തെ ഇമേജ് വരച്ച് വെച്ചാൽ മതി. ഇത് വരച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓവർലോഡിൽ എന്തൊക്കെ വരുന്നത്? ഇൻഅപ്രോപ്രിയേറ്റ്ലി വരുന്നത് ഡിറ്റക്ടിങ് ഹസാർഡ്, റിമൂവിങ് സേഫ് ഗാർഡ്സ്, ഇഗ്നോറിങ് സേഫ്റ്റി. ഇൻഅപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റി ആണ് പെർഫോമിംഗ് ടാസ്ക് വിത്തൗട്ട് റിക്വസിറ്റ് ട്രെയിനിങ്, ജഡ്ജിങ് ദ ഡിഗ്രി ഓഫ് റിസ്ക് ഇൻവോൾവ് വിത്ത് ഗിവൺ ടാസ്ക്, ഇതൊക്കെ. ദിസ് തിയറി ഫോക്കസസ് ഓൺ ബിഹേവിയറൽ ആൻഡ് സൈക്കോളജിക്കൽ കോസസ് ഓഫ് ആക്സിഡൻറ്റ്. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ആക്സിഡൻറ്റ് ഇൻസിഡൻറ്റ് തിയറി അല്ലേ. ഇത് വലിയ ആവശ്യമില്ല, എന്നാലും നോക്കിക്കോ. നമ്മൾ ഹ്യൂമൻ ഫാക്ടേഴ്സ് തിയറി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഹെൻറിച്ച്,
വീണ്ടും പറഞ്ഞത് ഹ്യൂമൻ. ഇനി ഈ ഹ്യൂമൻ തന്നെ കുറച്ചും കൂടി ഒരു അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റ്സ് പറഞ്ഞതാണ് ഈ ആക്സിഡൻറ്റ് ഇൻസിഡൻറ്റ് തിയറി. അത് എഴുതിക്കോ മാർക്ക് കിട്ടുന്നല്ല. ഓക്കെ, അതിലെന്താ ദിസ് തിയറി എക്സ്പാൻസ് ഹ്യൂമൻ ഫാക്ടേഴ്സ് തിയറി ബൈ ആഡിങ് എർഗണോമിക് ട്രാപ്സ് ലൈക്ക് പുവർ വർക്ക് സ്റ്റേഷൻ ഡിസൈൻ, ഇംപ്രോപ്പർ ടൂൾസ്, ഇത് കാരണം പ്രശ്നം വരും എന്നുള്ളത്. ഡിസിഷൻ എറേഴ്സ് ലൈക്ക് റോങ് ജഡ്ജ്മെന്റ്, മിസ് കമ്മ്യൂണിക്കേഷൻ, സിസ്റ്റം ഫെയിലിയേഴ്സ് ലൈക്ക് ഫെയിലിയർ ഓഫ് മാനേജ്മെന്റ് സിസ്റ്റംസ് ആൻഡ് പുവർ പോളിസീസ്. സിസ്റ്റം ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ഒരു മെഷീൻ്റെ ഒന്നും അല്ല, അതായത് ആ മാനേജ്മെന്റ് സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ, അതിനകത്തുള്ള ആൾക്കാരുടെ ഡിസിഷൻ കറക്റ്റ് അല്ലെങ്കിലും ഈ ആക്സിഡൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഇതെല്ലാം ഹ്യൂമൻ ഫാക്ടേഴ്സ് തന്നെ പറയുന്നത്. ഒരു അഡീഷണൽ 3 ഹ്യൂമൻ ഫാക്ടർ കൂടിയും പറഞ്ഞു. അതാണ് ഹ്യൂമൻ ഫാക്ടർ തിയറിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് ആക്സിഡൻറ്റ് ഇൻസിഡൻറ്റ് തിയറി. ഇറ്റ് എംഫസൈസസ് ആക്സിഡൻറ്റ്സ് ഒക്കർ ഡ്യൂ ടു ഹ്യൂമൻ എറർ, പുവർ വർക്ക് പ്ലേസ് ഡിസൈൻ ആൻഡ് ഓർഗനൈസേഷൻ ഫെയിലിയർ. ഇത് തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി എപ്പിഡെമിയോളജിക്കൽ തിയറി. എൻ്റെ പൊന്നെ, എപ്പിഡെമിയോളജിക്കൽ തിയറി. അപ്പോൾ തന്നെ ആ എപ്പിഡെമിയോളജിക്കൽ അവിടെ നിന്ന് തന്നെ മനസ്സിലായി എന്തോ ഡിസീസിനെ കുറിച്ച് എന്തോ പറയുന്നത്. അതാ ഇവന്മാരെന്താ പറഞ്ഞറിയോ, ഡിസീസ് സ്പ്രെഡിങ് പോലെയാണ് നമ്മുടെ ഈ ആക്സിഡൻറ്റ് കോസിങ് എന്നാണ് ഈ എപ്പിഡെമിയോളജിക്കൽ തിയറിയിൽ പറഞ്ഞത്. ആക്സിഡൻറ്റ്സ് ഒക്കർ ഡ്യൂ ടു ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദ എൻവയോൺമെൻറ്റ്, സിമിലർ ടു ഡിസീസ് സ്പ്രെഡിങ്. ഡിസീസ് സ്പ്രെഡിങ്ങിലും പീപ്പിൾ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണമല്ല ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു മലേറിയ എടുക്കുകയാണെങ്കിൽ ആ മോസ്കിറ്റോ നമ്മൾ കടിക്കുമ്പോഴാണ് മലേറിയ ഡെങ്കിയെല്ലാം വരുന്നത് അല്ലേ. അപ്പം ആ മോസ്കിറ്റോ എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന ഒരു ഏജൻ്റാണ് കൊണ്ടുവരുന്നത്. ആ എൻവയോൺമെൻറ്റിന് ഉള്ള വൈറസിനെ എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന പാരസൈറ്റ്, വൈറസ് അല്ല. ഓക്കെ, പാരസൈറ്റായ പ്ലാസ്മോഡിയത്തിനെ കൊണ്ടുവരും. പ്ലാസ്മോഡിയത്തിനെ കൊണ്ടുവരുന്ന മോസ്കിറ്റോ വഴി. മോസ്കിറ്റോ അപ്പോൾ ഒരു ഏജൻറ്റ് ആർക്കാണ് കൊണ്ടുവന്ന് തരുന്നത്? നമ്മളെ കുത്തുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളാണ് ഹോസ്റ്റ്. അപ്പോൾ അതുപോലെയാണ് ആക്സിഡൻറ്റും കിട്ടണമെന്ന് പറയുന്നത്. എങ്ങനെ? ഇവിടെ ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ, വർക്കർ സെയിം തന്നെ. ഓക്കെ, അപ്പം മറ്റടുത്ത ഡിസീസിലാണെങ്കിൽ ഹോസ്റ്റ് ഹ്യൂമന്. എന്നാൽ ഏജൻറ്റ് ഇവിടുത്തെ ഏജൻറ്റ് ഹസാർഡാണ്. നമ്മൾ മോസ്കിറ്റോ എന്ന് പറയുന്നതാണ് നമ്മളെ ഡിസീസ് സ്പ്രെഡിങ്ങിലെ ഏജൻറ്റ്. പിന്നെ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാ എൻവയോൺമെൻറ്റ് തന്നെ. അപ്പോൾ ഇവിടുത്തെ എൻവയോൺമെൻറ്റ് ആരൊക്കെയാണ്? ഓർഗനൈസേഷൻ, സൂപ്പർവിഷൻ, കൾച്ചർ. അപ്പോൾ എന്താ മനസ്സിലായ? എപ്പിഡെമിയോളജിക്കൽ തിയറിയിൽ അവർ എന്തിനെയാണ് അവർ റിസംബിൾ ചെയ്തത്? ഇറ്റ് റിസംബിൾസ് ഡിസീസ് സ്പ്രെഡ് അല്ലേ. ഡിസീസ് സ്പ്രെഡിൽ മെയിൻ ആയിട്ടുള്ള ആരൊക്കെയാണ്? ഹോസ്റ്റ് ഉണ്ട്, ഒരു ഏജൻറ്റ് ഉണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ ആക്സിഡൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു എൻവയോൺമെൻറ്റ് അല്ലേ. അപ്പോൾ എൻവയോൺമെൻറ്റിൽ നിന്ന് ഏജൻറ്റ് നമ്മളെ ഹോസ്റ്റിലേക്ക് എത്തിക്കും. എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഹസാർഡ് കിട്ടും. ആ ഹസാർഡ് നമ്മളെ ഹോസ്റ്റായ വർക്കേഴ്സിന് കിട്ടും. വർക്കേഴ്സിന് പണി കിട്ടും. ഓക്കെ, ആക്സിഡൻറ്റ് ഹാപ്പൻ വെൻ ദീസ് ഫാക്ടേഴ്സ് ഇൻട്രാക്ട് നെഗറ്റീവ്ലി. അപ്പോൾ ഇത് ഇൻട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു. ഈ ഇൻട്രാക്ഷൻ നെഗറ്റീവായിട്ടൊരു ഇൻട്രാക്ഷൻ സംഭവിച്ചാലാണ് ആക്സിഡൻറ്റ് ഒക്കർ ചെയ്യുന്നത്. യൂസ്ഫുൾ ഇൻ അനലൈസിങ് കെമിക്കൽ ആക്സിഡൻറ്റ്സ്, ഹെൽത്ത് റിലേറ്റഡ് ആക്സിഡൻറ്റ്സ്, ലോങ് ടേം എക്സ്പോഷേഴ്സ് എക്സെട്ര. ഇനി സിസ്റ്റംസ് തിയറി. അപ്പോൾ നമ്മൾ ആരൊക്കെ പറഞ്ഞു? ഹെൻറിച്ച് ഡൊമിനോ തിയറി പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ ഫാക്ടേഴ്സ് തിയറി പറഞ്ഞു. ഇനി ഹ്യൂമൻ ഫാക്ടർ തിയറി തന്നെ ഒരു അഡീഷൻ ആയിട്ട് ആക്സിഡൻറ്റ് ഇൻസിഡൻറ്റ് തിയറി പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു എപ്പിഡെമിയോളജിക്കൽ തിയറി. ഇനി ആരാളെ? സിസ്റ്റംസ് തിയറി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പം 2 എക്സ്പ്ലെയിൻ ചെയ്യാനെല്ലാം ചോദിച്ചില്ലേ. അപ്പോൾ ആദ്യം ഒരെണ്ണം ഹെൻറിച്ച് ഡൊമിനോ പറയാം, അടുത്ത സിസ്റ്റം തിയറിയും പറയാം. ഓക്കെ, സിസ്റ്റം തിയറി എന്താ? ആക്സിഡൻറ്റ് ഈസ് ഡ്യൂ ടു ഫെയിലിയർ ഇൻ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ മാൻ, മെഷീൻ ആൻഡ് എൻവയോൺമെൻറ്റ്, MME. Accident occurs due to the failure in interaction between man, machine and environment. മാൻ എന്ന് പറയുമ്പോൾ മാനിൽ എന്തൊക്കെ ഫെയിലിയറാണ് വരുന്നത്? ബിഹേവിയർ, എബിലിറ്റി അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ മാനിൽ എന്തെങ്കിലും പ്രശ്നം വരും, ഇൻട്രാക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം വരും. മെഷീനിൽ എങ്ങനെയാണ്? ടൂൾ ഫെയിലിയർ ആവും, എക്യുപ്മെൻറ്റ് ഫെയിലിയർ ആവും, ഡിസൈൻ ഫെയിലിയർ ആവും. എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ വർക്ക് കണ്ടീഷൻ സേഫ് അല്ലെങ്കിൽ ക്ലൈമറ്റ്, നോയ്സ് ഒക്കെ കാരണം ആക്സിഡൻറ്റ് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഇവന്മാർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണമാണ് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് എന്നാണ് സിസ്റ്റംസ് തിയറി പറയുന്നത്. ഓക്കെ, ഇഫ് വൺ എലമെൻറ്റ് ഫെയിൽസ് ദ ഹോൾ സിസ്റ്റം കൊളാപ്സസ് വിച്ച് ലീഡ്സ് ടു ആക്സിഡൻറ്റ്. നല്ലൊരു പോയിന്റ് കേട്ടോ. ഇഫ് വൺ എലമെൻറ്റ് ഫെയിൽ, ഈ മാൻ, മെഷീൻ, എൻവയോൺമെൻറ്റ് ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഫെയിൽ ആയാൽ ദ ഹോൾ സിസ്റ്റം കൊളാപ്സസ്, മൊത്തം സിസ്റ്റം കൊളാപ്സസ്. ഇത് മൊത്തത്തിൽ അങ്ങ് പിന്നെ കൊളാപ്സ് ആവും. വിച്ച് ലീഡ്സ് ടു ആക്സിഡൻറ്റ്. ഓക്കെ, also include decision making failures, communication barriers, inadequate feedback loops. ഫീഡ്ബാക്ക് ലൂപ്പ് എല്ലാം. ഓക്കെ, അപ്പം ഈ ഫിഗർ വരച്ച് വെച്ചാലും മതി സിസ്റ്റംസ് തിയറി മോഡലിൽ. ഇനി കോമ്പിനേഷൻ തിയറിയിൽ എന്താ ഉള്ളത്? ആക്സിഡൻസ് ഡു നോട്ട് ഹാവ് വൺ സിംഗിൾ കോസ്. നമ്മളെ ഹെൻറിച്ച് പറഞ്ഞ പോലെ ഹ്യൂമൻ മാത്രമല്ല കാരണം, ഹ്യൂമൻ ഫാക്ടേഴ്സ് പറഞ്ഞ പോലെ ഹ്യൂമൻ മാത്രമല്ല കാരണം.
ഇത് കുറേ മൾട്ടിപ്പിൾ കോസസ് കാരണമാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പൈൻഡ് ഫാക്ടേഴ്സ് കാരണമാണ് നമ്മളെ ആക്സിഡൻറ്റ് ഒക്കെ ചെയ്യുന്നത്. such as human error, unsafe condition, mechanical failure, work pressure, lack of skill. Okay, this theory states that every accident is unique and results from a combination of causes. ഒരൊറ്റൊരുത്തൻ കാരണം മാത്രമല്ല. ഓക്കെ, അതാണ് ഹെൻറിച്ച് എന്നുള്ള മോഡിഫിക്കേഷനാണ്. ബിഹേവിയറൽ തിയറി എന്താ പറയുന്നത്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഫോക്കസ് ഓൺ അൺസേഫ് ബിഹേവിയേഴ്സ് ആസ് ദ പ്രൈമറി കോസ് ഓഫ് ആക്സിഡൻറ്റ്സ്. മെയിൻ ഐഡിയ എന്താ? ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ട്രെയിനിങ്, motivation, attitudes. Unsafe behavior can lead to a hazardous condition which can eventually result in accidents. Behavior can be changed through feedback, rewards. എന്തെങ്കിലും റിവാർഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ബിഹേവിയർ കുറച്ചുകൂടി നന്നാവും, ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടി നന്നാവും. വർക്കിനോടുള്ള സേഫ്റ്റി കൾച്ചർ അവിടെ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും ബിഹേവിയർ ടുവേർഡ്സ് ദ വർക്ക്. ബിഹേവിയർ ബേസ്ഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ BBS എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി വൺ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ സിസ്റ്റംസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഹെൻറിച്ച് ഡൊമിനോസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത്, കാരണം അതിലാണ് കുറച്ച് കൂടുതൽ പോയിന്റ് ഉള്ളത്. ഓക്കെ, മാൻ മെഷീൻ എൻവയോൺമെൻ്റ് ആണ് നമ്മളെ മറ്റേ സിസ്റ്റംസ് തിയറി. നമ്മൾ നേരത്തെ കണ്ടില്ലേ, മാൻ മെഷീൻ എൻവയോൺമെൻറ്റ്, ടാസ്ക് ടു ബി പെർഫോംഡ്. ഇവിടെയാണ് ടാസ്ക് ടു ബി പെർഫോംഡ്. പിന്നെ ഈ ഫീഡ്ബാക്ക് ലൂപ്പ് വരക്കാൻ മറക്കല്ലേ. ഓക്കെ, ഇനി നമ്മൾ ആക്സിഡൻറ്റ് കോസസ് ആൻഡ് അൺസേഫ് കണ്ടീഷൻസ്. ഓക്കെ, അതിലെന്താ ഉള്ളത്? അൺസേഫ് ആക്ട് വേഴ്സസ് അൺസേഫ് കണ്ടീഷൻ. ഇത് കുറേ അടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ, ബോർ ചോദ്യം. ഓക്കെ, കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് 7 മാർക്കിന്. 3 അൺസേഫ് ആക്സ് കണ്ടാ. വീണ്ടും കൺസ്ട്രക്ഷനിൽ അൺസേഫ് ആക്സും കണ്ടീഷൻ 3 മാർക്കിന്. വീണ്ടും ഇമ്പോർട്ടൻസ് ഓഫ് ആക്സിഡൻറ്റ് റിപ്പോർട്ടിംഗ്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ റിപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ്? വെറുതെ അങ്ങ് വീണ്ടും പണിയെടുത്താൽ പോരെ? എന്താ ഡൗൺ ടൈം എല്ലാം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തിനാണുള്ളത് നമ്മൾ പറയും. ഇനി അൺസേഫ് ആക്ട് അൺസേഫ് കണ്ടീഷനും നമ്മൾ പറയാൻ പോവാം. അൺസേഫ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ? an action by a worker that deviates from the safe procedure. Example, operating machine without a guard. അതെന്ന് പറഞ്ഞാൽ ഒരു അൺസേഫ് ആക്റ്റാണ്. നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനാണ് അല്ലേ, ഗാർഡ് ഊരി മാറ്റിയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതെന്താ? സേഫ് പ്രൊസീജിയറിന് ഡീവിയേറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ അതൊരു അൺസേഫ് ആക്റ്റാണ്. നോട്ട് യൂസിങ് PPE, ഒരു സേഫ് പ്രൊസീജിയറാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഇട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് ഇടാതിരുന്നാൽ ഇറ്റ് ഈസ് ആൻ അൺസേഫ് ആക്ട്. റണ്ണിങ് ഇൻ എ വർക്ക് ഏരിയ, അൺസേഫ് ആക്ട്. അൺസേഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഫിസിക്കൽ സിറ്റുവേഷൻ അറ്റ് ദ വർക്ക് പ്ലേസ്. ഓക്കെ, ഇപ്പം ഒരു സ്ലിപ്പറി ഫ്ലോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ അൺസേഫ് കണ്ടീഷൻ. അത് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ അല്ല, പക്ഷേ അതിന് തെന്നി വീഴും. ആ തെന്നി വീഴുന്ന ഒരു ഹസാർഡ്. അപ്പോൾ അൺസേഫ് കണ്ടീഷനിൽ വരുന്നതാണ് സ്ലിപ്പറി ഫോൾസ്. പുവർ ലൈറ്റിംഗ് കാരണം ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ വല്ല ഇലക്ട്രിക് ഷോക്കൊക്കെ അടിക്കാൻ കാരണമുണ്ട് അല്ലേ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി തട്ടിയിട്ട് ഡാമേജ് ടൂൾസ്, ഇതൊക്കെ അൺസേഫ് കണ്ടീഷനിൽ വരുന്നത്. ഇറ്റ് ഈസ് എ ഹസാർഡസ് ഫിസിക്കൽ സിറ്റുവേഷൻ അറ്റ് ദ വർക്ക് പ്ലേസ്. ഇനി കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹ്യൂമൻ ഫാക്ടേഴ്സ്, മെക്കാനിക്കൽ ഫെയിലിയേഴ്സ്, അൺസേഫ് വർക്ക് പ്ലേസ് കണ്ടീഷൻ, ലാക്ക് ഓഫ് ട്രെയിനിങ്, ഇംപ്രോപ്പർ സൂപ്പർവിഷൻ, ഹൗസ് കീപ്പിംഗ്, പുവർ ഹൗസ് കീപ്പിംഗ്. നമ്മൾ മറ്റേ 5 Ws പറഞ്ഞതല്ലേ, 5 Ws എന്തൊക്കെയുള്ളത്? നമ്മളെ സോർട്ട്, സെറ്റ് ഇൻ ഓർഡർ, ഷൈന്, സ്റ്റാൻഡർഡൈസ്, സസ്റ്റെയിന്, അതൊക്കെ. അപ്പോൾ അതൊന്നും കറക്റ്റായിട്ട് പുവർ ഹൗസ് കീപ്പിംഗ് പുവർ ഹൗസ് കീപ്പിംഗ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് ഉണ്ടാകും. ഭയങ്കര വെതറോ ബോർ വെതർ ആണെങ്കിലും സ്റ്റോമൊക്കെ ആണെങ്കിലും അത് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കാനുള്ള കാരണക്കാരനാവും. 3 അൺസേഫ് ആക്ട് പറഞ്ഞാൽ നമുക്ക് ഇംപ്രോപ്പർ യൂസ് ഓഫ് ടൂൾസും, ഹോസ് പ്ലേ അറ്റ് ദ വർക്ക് പ്ലേസ്, ബൈപ്പാസിങ് സേഫ്റ്റി ഡിവൈസസ് അല്ലേ, പിന്നെ മെഷീൻ ഗാർഡ് ഊരി വെക്കാം, അതാണ് ഒരു ഉദ്ദേശം. അല്ലെങ്കിൽ ബൈപ്പാസിങ് സേഫ്റ്റി ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സേഫ് ഗാർഡിങ് ഡിവൈസസ് ഉണ്ട്. സേഫ് ഗാർഡിങ് ഡിവൈസസ് അത് ഓഫാക്കിയിട്ട് പിന്നെ നമുക്ക് പോവാം. അങ്ങനെ ഓഫാക്കിയിട്ട് വർക്ക് ചെയ്യുന്നതൊന്നും നല്ലതല്ല. ഇറ്റ് ഈസ് എൻ അൺസേഫ് ആക്ട്. കൺസ്ട്രക്ഷനിൽ ഉണ്ടാകുന്ന അൺസേഫ് ആക്ട്സും കണ്ടീഷനും എന്താ? അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്കാഫോൾഡിൽ തൂങ്ങിപ്പിടിച്ച് കയറുന്നത്, ലാഡറിലല്ലാതെ നമ്മൾ തൂങ്ങിപ്പിടിച്ച് കയറിയാൽ അതൊരു അൺസേഫ് ആക്റ്റാണ്. ഇനി സ്കാഫോൾഡ് നമ്മൾ കറക്റ്റ് സ്റ്റേബിൾ ആയിട്ട് വെച്ചില്ലെങ്കിൽ അതൊരു അൺസേഫ് ആക്റ്റാണ്. നമുക്ക് വെക്കാൻ പറ്റിയിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യമാണ്, അല്ലാതെ ഫിസിക്കൽ കണ്ടീഷൻ അല്ല, അൺസേഫ് കണ്ടീഷനിലല്ല വരുന്നത്. ഡെബ്രി ഓൺ വോക്ക് വേ, നമ്മൾ ക്ലീൻ ആക്കാതെ വർക്ക് തുടങ്ങിയാൽ എന്തായാലും ഡെബ്രി കാണും അല്ലേ വോക്ക് വേയിൽ, അപ്പം അതൊരു അൺസേഫ് ആക്റ്റാണ്. വർക്കിംഗ് അറ്റ് ഹൈറ്റ് വിത്തൗട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന് വർക്ക് ചെയ്യാണ് കേട്ടോ, പക്ഷേ ഇവിടെ നമ്മൾ ഹാർനസ് ഒന്നും ഇല്ല. ഇറ്റ് ഈസ് ആൻ അൺസേഫ് ആക്ട്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ആക്സിഡൻറ്റ് റിപ്പോർട്ടിംഗ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഹെൽപ്സ് ഐഡൻറ്റിഫൈ ദ റൂട്ട് കോസ്.
അപ്പോൾ ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ്? വെറുതെ റിപ്പോർട്ട് ചെയ്യാതെ മിണ്ടാതിരുന്നാൽ പോരെ. ഇറ്റ് ഹെൽപ്സ് ഐഡൻറ്റിഫൈ എ റൂട്ട് കോസ്. വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് റൂട്ട് കോസ് ഒക്കെ നോക്കിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യണം അല്ലേ. പ്രിവെൻസ് റീഒക്കറൻസ്, റിക്കറൻസ്. പിന്നെ എൻഷോഴ്സ് ലീഗൽ കംപ്ലയൻസ് അല്ലേ. ലീഗൽ കംപ്ലയൻസ് ഇത് എല്ലായിടത്തും കാണുന്നുണ്ട്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ച് പോയിക്കോ, ഒരു പോയിന്റ് കിട്ടി. പിന്നെന്താ സേഫ്റ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. സേഫ്റ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റിയിൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഹൗ സേഫ്റ്റി ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി? 6 മാർക്കിന്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാത്തതുകൊണ്ട് ഒരു കൂടിയ വെറൈറ്റി ക്വസ്റ്റ്യൻ ഇട്ടതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി, രണ്ടും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോ. സേഫ്റ്റി ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി, എന്തിനാണ് നമുക്ക് സേഫ്റ്റി വേണ്ടത്? അപ്പോൾ സേഫ്റ്റി ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി 6 മാർക്കിന് ചോദിച്ചാൽ ഞാൻ വേറെ ഒരു ആൻസർ തരാം. എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ ഇതിനൊന്ന് ജിസ്റ്റാക്കി പറയാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഹൗ സേഫ്റ്റി മാനേജ്മെൻറ്റ് ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി? Safety management improves productivity by ensuring smooth, uninterrupted and efficient operations. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. ഡൗൺ ടൈം ഒന്നും ഉണ്ടാവത്തില്ല. ആർക്കും ആക്സിഡൻറ്റ് വന്നാൽ എല്ലാവരും പാനിക് ആവും അല്ലേ. അപ്പോൾ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെടും. പിന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പേടിയായിരിക്കും. അത് കാരണം എഫിഷ്യൻസി കുറയും. അങ്ങനെയൊക്കെ സംഭവിക്കൂലേ. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പം ഇത് ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി ബൈ എൻഷുറിങ് സ്മൂത്ത്, അൺഇൻറ്ററപ്റ്റഡ് ആൻഡ് എഫിഷ്യൻറ്റ് ഓപ്പറേഷൻസ്. ഹിയർ ഇസ് എ കംപ്ലീറ്റ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് എടുത്തതാണ് കേട്ടോ. നോക്കാം. റെഡ്യൂസസ് ആക്സിഡൻറ്റ്സ്, പ്രിവെൻറ്റ്സ് ഡൗൺ ടൈം അല്ലേ. ഫ്യൂവർ ഇഞ്ചറീസ് മീൻസ് ദ വർക്ക് ഫ്ലോ കണ്ടിന്യൂസ് വിത്തൗട്ട് ഡിസ്റപ്ഷൻ. Fewer injuries means the workflow continues without disruption. Example, when personal protective equipment policies reduce hand injuries, പിന്നെ പ്രൊഡക്ഷൻ ലൈൻസ് അവോയ്ഡ് ഷട്ട് ഡൗൺസ്. അപ്പം ഇഞ്ചറീസ് കുറഞ്ഞാൽ നമുക്ക് എന്താണ് ഡിസ്റപ്ഷൻ ഇല്ലാതെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇംപ്രൂവ്സ് വർക്കർ മൊറാൽ ആൻഡ് എഫിഷ്യൻസി. ഞാൻ പറഞ്ഞില്ലേ, എംപ്ലോയീസ് ഫീൽ സേഫ്, വർക്ക് കോൺഫിഡൻ്റ്ലി വെൻ സേഫ്റ്റി മെഷേഴ്സ് ആർ employed, like a well-ventilated welding shop keeps welders comfortable. A better weld quality and speed ആയിരിക്കും. പിന്നെ protects machinery and equipment. Good safety practices prevent breakdowns and prolong machine life അല്ലേ. മെഷീനറിന് കറക്റ്റ് മെയിൻ്റെനൻസ് എല്ലാം ചെയ്താൽ വേറെ ടയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ പറയും അല്ലേ. ലോക്കൗട്ട് ടാഗൗട്ട് സിസ്റ്റം നമ്മൾ മറ്റേ സ്കാഫോൾഡിങ്ങിലെല്ലാം പ്രിവെൻറ്റ്സ് മോട്ടർ ബേൺ ഔട്ട്സ്. മോട്ടറിൽ നമ്മൾ ലോക്കൗട്ട് ടാഗൗട്ട് സിസ്റ്റം ലോട്ടോ എന്നൊക്കെ പറയും. ഇറ്റ് പ്രിവെൻറ്റ്സ് മോട്ടർ ബേൺ ഔട്ട്, സേവിങ് ബോത്ത് ടൈം ആൻഡ് റിപ്പയർ കോസ്റ്റ്. റെഡ്യൂസസ് ആബ്സെൻറ്റീസ്, ആൾക്കാർ വരാതിരിക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും അല്ലേ. പിന്നെന്താ എൻഷുവേഴ്സ് കൺസിസ്റ്റൻറ്റ് വർക്ക് ഫ്ലോ ആൻഡ് ക്വാളിറ്റി. ഇറ്റ് ലോവേഴ്സ് ദ കോസ്റ്റ് ഓഫ് ആക്സിഡൻറ്റ്സ് ആൻഡ് ഇൻക്രീസ് പ്രോഫിറ്റ് മാർജിൻ. എങ്ങനെയാണ്? ലെസ് മണി സ്പെൻഡ് ഓൺ കോമ്പൻസേഷൻ, റിപ്പയേഴ്സ് ആൻഡ് ഡിലേസ് ആൻഡ് ലീഗൽ ഇഷ്യൂസ്. അപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി അതിന് ഇൻഷുറൻസ് കോസ്റ്റും ലീഗൽ കോമ്പൻസേഷനും ഒക്കെ കൊടുക്കേണ്ടി വരുമല്ലേ. പിന്നെ എന്താണ് മെഷീൻ എന്തെങ്കിലും പ്രശ്നം പറ്റി അതിന് റിപ്പയറും ആ മെഷീൻ ഡൗൺ ആയിരുന്ന ഡിലേ ഒക്കെ വരുമല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നതിന്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, നമ്മളെന്താ കറക്റ്റ് സേഫ് പ്രാക്ടീസസ് എല്ലാം ഫോളോ ചെയ്താൽ. ആൻഡ് ദസ് ഇൻക്രീസസ് പ്രോഫിറ്റ് മാർജിൻ. എക്സാമ്പിൾ, അവോയ്ഡിങ് എ സിംഗിൾ സീരിയസ് ആക്സിഡൻറ്റ് ക്യാൻ സേവ് ലാക്സ് ഇൻ മെഡിക്കൽ ആൻഡ് ഡൗൺ ടൈം കോസ്റ്റ് അല്ലേ. അപ്പം ഒന്നുകൂടി ഒന്ന് നല്ല രീതി പറഞ്ഞാൽ, ചെറിയ രീതി പറഞ്ഞാൽ, റെഡ്യൂസസ് ഡൗൺ ടൈം, പ്രിവെൻറ്റ്സ് എക്യുപ്മെൻറ്റ് ഡാമേജ്, ഇംപ്രൂവ്സ് വർക്കർ മൊറാൽ, റെഡ്യൂസസ് ആബ്സെൻറ്റീസം, എൻഹാൻസസ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് ആക്സിഡൻറ്റ്സ്. ഇത്രയേ ഉള്ളൂ നമ്മളെ മൊഡ്യൂൾ 1. അപ്പം ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് സ്റ്റേ സേഫ്, നല്ലോണം പഠിച്ചിട്ട് പോവാം. താങ്ക് യു.